ഈ മുസ്ലിം ലീഗിനെയൊക്കെ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ വലിയ തിരിച്ചടികളായിരിക്കും UDF സംവിധാനത്തിനും അതോടൊപ്പം തന്നെ അസീസിനൊക്കെ നേരിടാൻ വേണ്ടി പോകുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ പ്രസംഗിച്ചതിന് ശേഷം വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം ചേർന്ന് നിന്ന് പത്രസമ്മേളനം നടത്തിയ പാർട്ടിയാണ് RSPയും ഈ പറഞ്ഞ AICC എന്നൊക്കെ പറയുന്നത്. UDFിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിനെതിരെയൊക്കെ ആക്ഷേപം ഉന്നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ചടക്ക ലംഘനമായിട്ട് തന്നെ UDF പരിഗണിക്കേണ്ടത്. കൊല്ലം ജില്ലയിൽ 4-3-7 മുസ്ലിം ലീഗുകാർ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം ഈ AICCനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലം ജില്ലയിൽ ഈ RSPക്ക് എത്ര ആളുകളുണ്ട് എന്നുള്ള കാര്യം ഒന്ന് വ്യക്തമാക്കിയേക്കൊള്ളാം. ഈ RSPക്കകത്ത് എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബസ്സിൽ കയറ്റാനുള്ള ആളുകളേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ കൊല്ലത്തും ചവറനും കുറച്ച് ആളുകളുണ്ട്, ഇല്ല എന്നും പറയുന്നില്ല. നമസ്കാരം. AICC മുസ്ലിം ലീഗിനെ പരിഹസിച്ചുകൊണ്ട് ഒരു പരാമർശം ഇറക്കിയിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? AICCനെ സംബന്ധിച്ച് AICC ജീവിച്ചിരിപ്പുണ്ട് എന്ന് പൊതുജനങ്ങളെ അറിയിക്കണമല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മാളത്തിൽ നിന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കുന്ന ചില ഈ തവളകളുണ്ട് എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയുള്ളത്. കാരണം അതിനപ്പുറത്തേക്ക് വരുന്നില്ല. കാരണം കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട് ഈ അസീസ് എന്ന് പറയുന്ന ആളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടായിരുന്നു? എന്തെങ്കിലും ഒരു ജനകീയ വിഷയങ്ങളിൽ എന്തെങ്കിലും ഒരു ഒപ്പീനിയനുമായിട്ട് ഇദ്ദേഹം വന്നിട്ടുണ്ടോ? ഒരു പത്രപ്രസ്താവനയായിട്ട് ഇദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഒരാഴ്ച മുമ്പ് ഒരാളുടെ തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം രംഗത്ത് വരുന്നുണ്ടായിരുന്നു. തിരിച്ചു മറുപടി ഒന്നും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്. കാരണം എന്തിനാണ് ഈ കളവനോട് മറുപടി പറയുന്നത് വിചാരിച്ചിട്ടാണ് ഈ തന്തയ്ക്ക് വിളി കേട്ട ആളൊന്നും മിണ്ടാതിരുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുന്നണി മര്യാദയുടെ ഭാഗമായിട്ടാണ് ഈ RSPയെ പല സ്ഥലങ്ങളിലും പരിഗണിക്കുന്നത് എന്നുള്ളൊരു സാമാന്യ ബോധം ഈ AICC എന്ന് പറയുന്ന RSPയുടെ സമുന്നതനായ ദേശീയ നേതാവ് ഒരക്ഷരം മിണ്ടത്തില്ലായിരുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 9:30 മണിക്ക് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ പ്രസംഗിച്ചതിന് ശേഷം വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം ചേർന്ന് നിന്ന് പത്രസമ്മേളനം നടത്തിയ പാർട്ടിയാണ് RSPയും ഈ പറഞ്ഞ AICC എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഈ തത്വശാസ്ത്രമൊന്നും കൂടുതലധികം വിളമ്പാൻ നിൽക്കരുത് എന്നുള്ളതാണ് AICCനെ ഓർമ്മിപ്പിക്കേണ്ടത്. കാരണം UDFിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ ഒന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. ഈ AICC ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ 4-3-7 മുസ്ലിം ലീഗുകാർ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം ഈ AICCനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലം ജില്ലയിൽ ഈ RSPക്ക് എത്ര ആളുകളുണ്ട് എന്നുള്ള കാര്യം ഒന്ന് വ്യക്തമാക്കിയേക്കൊള്ളാം. ഇപ്പോൾ ജനങ്ങൾ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായിട്ട് കൊല്ലം കോർപ്പറേഷനിലൊക്കെ കൃത്യമായിട്ട് UDFന് വോട്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ UDFന് ഒരു വൻ നേട്ടമുണ്ടായത്. അതുകൂടാതെ തന്നെ കൊല്ലം കോർപ്പറേഷനകത്ത് മുസ്ലിം വോട്ടുകളുടെ വലിയ രീതിയിലുള്ളൊരു കൺസോൾട്ടേഷൻ ഉണ്ടായി. ആ കൺസോൾട്ടേഷൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് അവിടെ UDF അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഈ പൊളിറ്റിക്കൽ റിയാലിറ്റി മനസ്സിലാക്കാതെ ഈ മുസ്ലിം ലീഗിനെയൊക്കെ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ വലിയ തിരിച്ചടികളായിരിക്കും UDF സംവിധാനത്തിനും അതോടൊപ്പം തന്നെ അസീസിനൊക്കെ നേരിടാൻ വേണ്ടി പോകുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും തരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് പോകുന്ന ഒരു പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ UDFിലെ ജനകീയ അടിത്തറയുള്ള രണ്ടാമത്തെ പാർട്ടിയായിട്ടുള്ള ഈ മുസ്ലിം ലീഗിനെ വിമർശിക്കാനൊന്നും ഏതൊക്കെയും AICC ആയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് വാർത്തയിൽ ഇടം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തീർച്ചയായിട്ടും വാർത്തയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ AICCന്റെ ഈ 2 പ്രസ്താവനകളും ഒരാളുടെ തന്തയ്ക്ക് വിളിച്ചതും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഇന്നത്തെ പ്രസ്താവനയും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം കൊല്ലം ജില്ലയിൽ മുസ്ലിം ലീഗിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ശരിയല്ല എന്നാണ് ഈ AICC പറയുന്നത്. ഈ AICCന്റെ പാർട്ടിയുടെ മറ്റ് ജില്ലകളിലൊക്കെ നേതൃത്വം കൊണ്ട് നൽകുന്ന ആളുകളെ കുറിച്ചൊക്കെ എടുത്തിട്ട് നമ്മളവിടെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാണല്ലോ AICCന് തലയിൽ മുണ്ടിട്ട് പിന്നെ പൊതുവേദിയിൽ എത്തേണ്ട അവസ്ഥ വരും. ഇതിനോടൊന്നും മുസ്ലിം ലീഗ് നേതൃത്വമൊന്നും പ്രതികരിക്കാനൊന്നും പോകത്തില്ല. കാരണം ഇയാൾ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ RSPയും മുസ്ലിം ലീഗും തമ്മിൽ തർക്കം എന്നൊരു ബ്രേക്കിംഗ് ചാനൽ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആരും മൈൻഡ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഒരു വാർത്തയായിട്ട് കൊടുത്തു. കാരണം ന്യൂസ് ചാനലുകളെ സംബന്ധിച്ച് വാർത്തകളില്ലാത്തിരിക്കുന്ന സമയത്ത് RSPയുടെ ഒരു സംസ്ഥാന തലത്തിൽ നിൽക്കുന്ന നേതാവാണ്. ഈ RSPക്കകത്ത് എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബസ്സിൽ കയറ്റാനുള്ള ആളുകളേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ കൊല്ലത്തും ചവറനും കുറച്ച് ആളുകളുണ്ട്, ഇല്ല എന്നും പറയുന്നില്ല. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു പാർട്ടി സംവിധാനമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു അസീസ്, ഒരു പാർട്ടിയുടെ നേതാവായിട്ടുള്ള അസീസ് വന്നിട്ടാണ് മുസ്ലിം ലീഗ് പോലുള്ള ഒരു പാർട്ടിയെ, അതായത് കോൺഗ്രസിനകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജനകീയ അടിത്തറയുള്ള പാർട്ടിയെ വിമർശിക്കുന്നത് നോക്കണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഗൗരവത്തോടു കൂടി വേണം UDFിൻ്റെ നേതൃത്വം നോക്കിക്കാണാനായിട്ട്. കാരണം ഈ എറണാകുളം കോർപ്പറേഷനകത്ത്, കൊച്ചിൻ കോർപ്പറേഷനകത്ത് ഡെപ്യൂട്ടി മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗും കോൺഗ്രസുമായിട്ട് തർക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തൊരു സത്യമുണ്ട്. ആ ഒരു വിഷയത്തിൽ നമുക്ക് പരിപൂർണമായിട്ടും കോൺഗ്രസിനെ UDF നേതൃത്വത്തെ ഒന്നും കുറ്റപ്പെടുത്താൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ TK അഷ്റഫ് എന്ന് പറയുന്ന ആളെ ഡെപ്യൂട്ടി മേയർ ആക്കണമെന്നുള്ളതാണ് നിർദ്ദേശം മുസ്ലിം ലീഗ് മുൻപോട്ട് വയ്ക്കുന്ന ഉപാധി. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ തന്നെ ഈ 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷന് TK അഷ്റഫ് മുസ്ലിം ലീഗിന്റെ വിമത സ്ഥാനാർത്ഥിയായിട്ടാണ് വിജയിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ പിന്തുണയോടുകൂടിയിട്ടാണ് LDF ഭരിച്ചിരുന്നത്. അദ്ദേഹം ആ സമയത്ത് UDFനോട് ചേർന്ന് നിന്നിരുന്നുവെങ്കിൽ
UDF ഭരിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ മര്യാദ കാണിക്കാത്ത, അധികാരത്തിന് വേണ്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിൽക്കുന്ന TK അഷ്റഫിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് അധികം വാദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ TK അഷ്റഫ് എന്ന് പറയുന്ന ആൾ പാണക്കാട് പോവുകയും തങ്ങളെ കാണുകയൊക്കെ ചെയ്തു. പക്ഷേ അവരൊന്നും അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗുമായിട്ട് കൂടിയാലോചിക്കേണ്ടതായിരുന്നു. TK അഷ്റഫ് എന്നുള്ള ആൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു UDF സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ജില്ലയിലുള്ള UDF നേതാക്കന്മാരുമായിട്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെ ആയിട്ടൊരു കൂടിയാലോചന വളരെ ആവശ്യമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് UDF നേതൃത്വം ചെയ്യാതിരുന്നത് ഒരുപക്ഷെ VD സതീശൻ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു, നിങ്ങളത് അങ്ങോട്ട് അംഗീകരിച്ചാൽ മതി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഏകാധിപത്യ നിലപാട്. ആ ഏകാധിപത്യ നിലപാടിനെതിരെ ഇന്ന് കോൺഗ്രസിൻ്റെ ഒരുപാട് നേതാക്കന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പരസ്പരമുള്ള കൂടിയാലോചനകളിൽ കൂടെ മാത്രമേ പാർട്ടിക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു പൊതുവികാരം ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും വരും ദിവസങ്ങളിൽ ഈ RSPയെ പോലുള്ള ഈ ഞാഞ്ഞൂല് പാർട്ടികളുടെയൊക്കെ നാക്ക് നിയന്ത്രിക്കേണ്ടതുണ്ട് UDF നേതൃത്വം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെ ഇപ്പൊ നമുക്ക് തോന്നുന്നത് വഴി കൂടെ പോണേ ആർക്കും UDFനെ എന്തും പറയാന്നൊരു അവസ്ഥയിലോട്ട് എത്തി. വഴി കൂടെ പോകുന്ന ആളുകൾ എല്ലാവരും UDFനെ വിമർശിക്കുന്നുണ്ട്. UDFനെ വിമർശിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ UDF നന്നാകാൻ വേണ്ടിയിട്ടാണ്, പഴയ UDF ആയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. VD സതീശനോട് ആർക്കും വ്യക്തിപരമായിട്ട് VD സതീശനുമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ VD സതീശനെ സംബന്ധിച്ചിട്ട് VD സതീശൻ അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫിഷ്നെസ് മാറ്റിവെച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഏകാധിപത്യ രീതി മാറ്റിവെച്ചിട്ട് ഇതൊരു പാർട്ടിയാണെന്നും ആ പാർട്ടി എല്ലാവരുടേതുമാണെന്നും അത് തൻ്റെ കുടുംബസ്വത്തൊന്നും മാത്രമല്ല എന്നും ഉള്ളൊരു ഒരു രീതിയിലേക്ക് VD സതീശൻ എത്തണം. എന്നാൽ മാത്രമേ VD സതീശന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൽ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും അനുസരിച്ചോണം, ഞാനാണ് രാജാവ്, ഞാൻ വിജയിപ്പിച്ചില്ല എങ്കിൽ നിങ്ങൾ അത് എൻ്റെ മേൽ വെച്ചോളൂ, ഞാൻ വിജയിപ്പിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പങ്കിട്ട് തരാം എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു സ്വാർത്ഥതയുടെ ഭാഗമാണ്. അതവിടെ നിൽക്കട്ടെ. ഈ അസീസിനെ പോലുള്ള ആളുകൾ UDFിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിനെതിരെയൊക്കെ ആക്ഷേപം ഉന്നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ചടക്ക ലംഘനമായിട്ട് തന്നെ UDF പരിഗണിക്കേണ്ടതുണ്ട്. എന്ത് റൈറ്റ് ഉണ്ടെന്ന് ഇവർക്ക് മുസ്ലിം ലീഗിനെ വിമർശിക്കാനായിട്ട്? കാരണം ഇരവിപുരം സീറ്റ് മുസ്ലിം ലീഗ് ക്ലെയിം ചെയ്താൽ മുസ്ലിം ലീഗിന് കൊടുക്കണം. കാരണം കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയാണ് UDFിനകത്തെ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഈ മുസ്ലിം ലീഗ് വേണോ RSP വേണോ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി കോൺഗ്രസിനോട് പറഞ്ഞാൽ കോൺഗ്രസ് ആരെ എടുക്കും? RSPക്ക് എത്ര വോട്ടുണ്ട്? മുസ്ലിം ലീഗിന് എത്ര വോട്ടുണ്ട്? മുസ്ലിം ലീഗ് തനിച്ച് നിന്ന് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലൊക്കെ സീറ്റുകളിലൊക്കെ മത്സരിച്ച് ജയിക്കാനായിട്ട് മുസ്ലിം ലീഗിന് കോൺഗ്രസിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് മുസ്ലിം ലീഗായിട്ട് തന്നെ അവരോട് മത്സരിച്ചാൽ അവർക്ക് 10-12ഓളം സീറ്റുകൾ അവിടെ പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ സംഘടനാശേഷിയുള്ള ജനകീയ അടിത്തറയുള്ളൊരു പാർട്ടിയൊക്കെ കയറി സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിലും വിമർശിക്കുന്ന സമയത്ത് കുറച്ചുകൂടിയൊക്കെ ഒരു പക്വത കാണിക്കേണ്ടതുണ്ട് AICC എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കോൺഗ്രസ് പാർട്ടി നേതൃത്വം ആർക്ക് മേലെ വെക്കണം? ഈ ഘടകകക്ഷി നേതാക്കന്മാർക്ക് മേൽ വെക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു കാര്യം കണ്ടതാണ്. UDFിലേക്ക് ജോസ് കെ മാണിയെ ക്ഷണിച്ചുകൊണ്ട് KPCC പ്രസിഡന്റ് ഒരു പ്രസ്താവന ഇറക്കുന്നു. അതിന്റെ തൊട്ട് പിന്നാലെ PJ ജോസഫ് പ്രസ്താവനയുമായിട്ട് വരുന്നു. എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ നടത്തുന്ന പ്രസ്താവനയെ പോലും ചോദ്യം ചെയ്യാനുള്ള എന്ത് ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ എന്ത് ജനകീയ അടിത്തറയാണ് PJ ജോസഫിനുള്ളത്? കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകൾ UDF എന്ന വികാരത്തിലാണ് അവിടെ വോട്ട് കൊടുത്തിട്ടുള്ളത്. അതിലാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനല്ല. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് അടിത്തറയുണ്ട് എന്ന് പറയുന്ന പല സ്ഥലങ്ങളിലും അവരെ വളരെ പിന്നിലേക്കാണ് പോയിട്ടുള്ളത്. ഇങ്ങനെയുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കി PJ ജോസഫിനെയും ഈ പറഞ്ഞ അസീസിനെയും ഒക്കെ UDF നേതൃത്വം നിയന്ത്രിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പോലെയുള്ള ജനകീയ അടിത്തറയുള്ള ശക്തമായ സംഘടനാ സംവിധാനങ്ങളുള്ള പാർട്ടി UDFനെ വിട്ട് പോകുന്ന ദിവസങ്ങൾ ഇങ്ങടുത്തു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്.